എല്ലാ മച്ചന്മാർക്കും മിസ്റ്റർ മേസ്റ്റിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു. ആ മഴയത്ത് ആവശ്യം പോലെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പൊഴിഞ്ഞു വീണു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമായി ഇരിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലൊരു ഐഡിയ തോന്നിയത് സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്കിതിപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് എപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനകത്തുള്ള പൾപ്പ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പൾപ്പ് ഇതിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് തോണ്ടി അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അളന്ന് നോക്കിയപ്പോഴത്തേക്ക് 1.5 കപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീര് ഇതിൻ്റെ വിത്തിലെല്ലാം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്തൊന്ന് പൾപ്പൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വരും. ഒരു വിസ്കില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചായാലും നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നല്ല രീതിയിൽ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിൽ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കിത് 2 മെത്തേഡിലുണ്ടാക്കാം. ഈ സ്ക്വാഷ് എന്ന് പറയുന്നത് എന്തായാലും കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കണമെന്നുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാര വെള്ളം നേരെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൾപ്പ് നമുക്ക് നേരിട്ടെടുത്ത് ഒഴിച്ച് കുറച്ച് നേരവും കൂടെ ഇതിനകത്ത് കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് നാളെയും കൂടെ ആയുസ് കൂടും. സ്ക്വാഷ് ഇരിക്കുന്നതിൻ്റെ ആയുസ് കുറച്ച് നാളുകൂടെ നീട്ടി കിട്ടും. അതല്ലാതെ നമ്മളിത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് തീ ഓഫാക്കി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പൾപ്പ് എടുത്തിടാം. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് ആയുസ് കുറവായിരിക്കും, പക്ഷേ അതിന് ഇച്ചിരി കൂടെ മണവും കാണും, രുചിയും കൂടുതലായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് ആദ്യം പറഞ്ഞ മെത്തേഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. ചെറിയ രീതിയിൽ, ഭയങ്കരമായിട്ടല്ല, നൂൽപ്പരുവൊന്നും ആവാനായിട്ട് നിൽക്കരുത്. ചെറിയ രീതിയിൽ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ അതാ നമ്മുടെ സ്ക്വാഷ് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കുപ്പിയിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ പാഷൻ ഫ്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എൻ്റെ മറ്റു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.